നമസ്കാരം. ഗോസ് റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ കൊടിയേറും. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ് പെൻഷൻകാർ. എടവനക്കാട് വിശുദ്ധ അംബ്രോസിന്റെ ദേവാലയത്തിൽ ശനിയാഴ്ച കൊടികയറും. SMHSS-ൽ എയ്ഡ്സ് ദിന സന്ദേശ ബോധവൽക്കരണം നടന്നു. കർത്തേടം URC വോളിബോൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് എളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് കൊടിയേറും. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രിമുഖ്യന്മാരായ ചേന്നാസ്മന നാരായണൻ നമ്പൂതിരിപ്പാട്, പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാട്, കീഴക്കിനി മേക്കാട് മന മാധവൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ്മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. ഗജകേസരി പാമ്പാടി രാജൻ ഉൾപ്പെടെ 11 ഗജവീരന്മാർ അണിനിരക്കുന്ന ശീവേലിയാണ് നടക്കുക. 12-ന് ആറാട്ടോടെ സമാപിക്കും. ഈ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ 3-ാം തീയതി ശനിയാഴ്ച കൊടിയേറി ഡിസംബർ 12-ാം തീയതി കടലാറാട്ടോടുകൂടി അവസാനിക്കുന്നു. ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം കണ്ട് ഉള്ള പനമ്പാടം എന്നുള്ള പ്രദേശത്ത് അവിടെ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് ഒരു പുലയ സ്ത്രീ പുല്ലുവെട്ടാൻ പോയപ്പോഴേക്കും അരിവാളിന് മൂർച്ച വയ്ക്കാൻ വേണ്ടി ഒരു കല്ല് കണ്ട് ആ കല്ലിൽ അരിവാളിന് മൂർച്ച വെച്ചപ്പോഴേക്കും അതിൽ നിന്ന് പെട്ടെന്ന് രക്തം വരികയും ആ രക്തം കണ്ട് പുലയ സ്ത്രീ ബോധം കെട്ട് താഴെ വീണത് കണ്ട് അവരുടെ ഭർത്താവ് അവരുടെ മകൻ്റെ പേര് വിളിച്ച് കണ്ടംകൂര എന്ന് വിളിച്ചപ്പോഴേക്കും ആ കല്ലിൽ നിന്ന് ശബ്ദം കേട്ട് കണ്ടംകൂര എന്ന് വിളിച്ചത്. അപ്പോൾ ഞാനാണ് കണ്ടംകൂരൻ എന്നുള്ള രൂപത്തിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത അവിടെ പെട്ടെന്ന് കാട്ടുതീ പോലെ പരന്ന് ഭരണാധികാരികളായിട്ടുള്ള മാടമ്പിമാരും നാട്ടുകാരും എല്ലാവരും പെട്ടെന്ന് ഒത്തുചേർന്ന് ആ ചൈതന്യം ആ സ്ത്രീയിൽ ആവാഹിച്ച് അവർ ഉറഞ്ഞു തുള്ളി ആ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത് ഞാനാണ്, കണ്ടൻ കുമാരൻ എന്നുള്ള ഞാനാണ്. ഞാൻ വന്നത് തിരുച്ചെന്തൂരിൽ നിന്നാണ്. അവിടുത്തെ വിഗ്രഹത്തിന് ചെറിയ കാലപ്പഴക്കത്തിൽ ഉണ്ടായ തേയ്മാനങ്ങൾ കാരണം പുതിയ വിഗ്രഹം സനൽകുമാര മഹർഷിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഈ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ച കാരണം അത് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ അതിൽ പുതിയ വിഗ്രഹത്തിലേക്ക് ഈ പഴയ വിഗ്രഹത്തിൽ നിന്ന് ഉള്ള ചൈതന്യം ആവാഹിച്ച് എടുക്കാനായിട്ട് പൂർണ്ണമായിട്ട് ആവാഹിച്ചെടുക്കാൻ പറ്റില്ല. ഇതിലുള്ള ചൈതന്യം ഒരംശം മാത്രമേ പുതിയ വിഗ്രഹത്തിലോട്ട് മാറ്റാൻ കഴിയുള്ളൂ. ആ വിഗ്രഹം പുതിയ വിഗ്രഹം സ്ഥാപിക്കുകയും പഴയ വിഗ്രഹം അവർ കടലിലെറിയുകയും ആ ചൈതന്യം നശിക്കാത്ത വിഗ്രഹം കടലിലൂടെ ഒഴുകി വന്ന് പനമ്പാട് എന്നുള്ള ദേശത്ത് അടിഞ്ഞ് കിടന്നിരുന്നു. അത് ആ
അത് അങ്ങനെ ആണ് ഇതിൻ്റെ ഐതിഹ്യം. മാടമ്പിമാർ ഇതിന് പ്രതിവിധി ചോദിച്ചപ്പോഴേക്കും ഈ ഹരിജനശ്രീ വെളിപാടായി സംസാരിച്ചത് എന്നെ ഈ ഞങ്ങൾ എവിടെ സ്ഥാപിക്കണം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്നെ ഉടനെ എവിടെയെങ്കിലും കുടിയിരുത്തണം. അതിന് ഞാൻ 5 അമ്പുകളെയും ആ അമ്പ് എവിടെ ചെന്ന് പതിക്കുന്നുവോ അവിടെ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കണം. ഊരിയെടുക്കുമ്പോഴേക്കും എവിടെ നിന്ന് ഊരാതെ നിൽക്കുന്നുവോ അവിടെ അമ്പലം സ്ഥാപിച്ച് എന്നെ അവിടെ കുടിയിരുത്തണം എന്ന് പറയുകയും ആ പുലയസ്ത്രീ 5 അമ്പ് എഴുതും. 5 അമ്പ് ഇതിൽ പുക്കാട് ഇളങ്ങുന്നപ്പുഴ ഓച്ചന്ദ്ര എന്നീ 5 പ്രദേശങ്ങളാണ് ഇതിൽ തുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇളങ്ങുന്നപ്പുഴ ദേശത്ത് പാങ്ങായിൽ വീട്ടുകാരുടെ മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ടിരുന്ന ആ പായൽ വന്നാണ് ഒരു ശരം തറച്ചതും ആ ശരം ഊരിയെടുക്കാൻ ശ്രമിച്ചിട്ട് പോരാതെ ഇരുന്നത്. അവിടെയാണ് പിന്നീട് അമ്പലം സ്ഥാപിച്ചത്. അപ്പോൾ ഈ പാങ്ങായിൽ കാരണവർ വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ഥലം വിട്ടുകൊടുത്തു. ഇവർക്ക് വേണ്ടി ദേവസ്വം വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുകയും ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം ദിവസേന ഈ വീട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. കാലാന്തരത്തിൽ അതെല്ലാം നിന്നുപോയി. ഈ ഉത്സവം വൈപ്പിങ്കരയിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഒരു ഉത്സവമാണ് ഇളങ്ങുന്നപ്പുഴ അമ്പലത്തിലെ ഉത്സവം. ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ 6-ാം ദിവസം മുതൽ 9-ാം ദിവസം വരെ 4 ദിക്കുകളിലും മതിലിന് വെളിയിൽ 4 ദിക്കിലും കൊടിയേറുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഈ അമ്പലത്തിലെ പ്രത്യേകത അതാണ്. രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് പണ്ട് കൊച്ചി മഹാരാജാവ് അമ്പലത്തിന് കിഴക്കുവശം ഒരു ഹജൂർ കച്ചേരി ഉണ്ടായിരുന്നു. ആ കച്ചേരിയിൽ വന്നിരുന്ന് കാര്യങ്ങളെല്ലാം തീർക്കുകയും അവിടെ എല്ലാ ദേവൻ്റെ ഉത്സവത്തിന് അവിടെ വന്നിരുന്നു 7-ാം ദിവസം പറ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം. മൊത്തം 10 ദിവസത്തെ പ്രസാദൂട്ടം നടത്തുന്നുണ്ട്. കൂടാതെ 11 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള 5-ാം ദിവസത്തെ പൂരവും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ പ്രമുഖ തലയെടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് നടത്തുന്നത്. എൻ്റെ പേര് ഭാസി. ഈ അമ്പലത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറിയാണ്. ട്രഷറി വഴിയുള്ള ശമ്പളം പെൻഷൻ വിതരണത്തിൽ 2-ാം ദിവസവും പ്രതിസന്ധി തുടരുന്നു. ജില്ലാ ട്രഷറികളിൽ പണം മുഴുവനായും എത്താത്തതിനെ തുടർന്നാണ് വിതരണം പ്രതിസന്ധിയിലായത്. സബ് ട്രഷറികളിലാണ് തിരക്ക് കൂടുതൽ. 250 മുതൽ 300 കോടി രൂപ വരെ കിട്ടിയാലേ ഇന്ന് എല്ലാവർക്കും ശമ്പളവും പെൻഷനും നൽകാൻ സാധിക്കുകയുള്ളൂ. ഡിസംബർ മാസത്തെ ആദ്യ ശമ്പള ദിനമായ ഇന്നലെ ആവശ്യപ്പെട്ട പണം ബാങ്കുകളിൽ നിന്ന് ലഭിക്കാത്തതിനാൽ സംസ്ഥാനത്തെ 222 ട്രഷറികളിൽ 42 എണ്ണത്തിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് തടസ്സപ്പെട്ടിരുന്നു. ഇത് വളരെ കഷ്ടം തന്നെയാണ്. ഒരു പെൻഷൻ കൊണ്ടാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. സർവീസിൽ ഇന്ന് ഇത്ര നേരം ബുദ്ധിമുട്ടിയിട്ട് ഈ പെൻഷൻ പോലും മര്യാദക്ക് തരുന്നില്ല. ഭയങ്കര കഷ്ടതയാണ്. അത് കിട്ടിയിട്ട് വേണം ഒരുപാട് മരുന്ന് വാങ്ങിക്കണം. പിന്നെ കുടുംബത്തിലെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആകെ ഇപ്പോൾ കാലത്തെ വന്നാണ് ഞാൻ ഈ ട്രഷറിൽ വന്നിട്ട് ടോക്കൺ തന്നിരിക്കുകയാണ്. 178ാമതിലാണ് എൻ്റെ ടോക്കൺ. 7:40 ആയിട്ടുള്ളൂ. ഇന്ന് ദിവസം മുഴുവനും ഇവിടെ ചിലവഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ആകെ ബുദ്ധിമുട്ടിലാണ്. എടവനക്കാട് വിശുദ്ധ അംബ്രോസിന്റെ ദേവാലയത്തിൽ വിശുദ്ധന്റെ 160ാമത് മധ്യസ്ഥ തിരുനാളിന് നാളെ കൊടികയറും. എപ്പിസ്കോപ്പൽ വികാരി വരാപ്പുഴ അതിരൂപത റവറന്റ് മോൺ മാത്യു ലഞ്ഞിമറ്റം മുഖ്യ കാർമ്മികത്വം നിർവഹിക്കും. വൈകിട്ട് 5 മണിക്കാണ് കൊടികയറ്റം. കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണം ഉണ്ടാവും.
SMHS ഹൈസ്കൂളിൽ എയ്ഡ്സ് ദിന ബോധവൽക്കരണ ക്ലാസും നാടകവും അവതരിപ്പിച്ചു. ചടങ്ങിൽ AG JC സ്വാഗതം പറഞ്ഞു. ശ്രീ പ്രദീപ് PTA പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീമതി രാധിക സതീഷ് നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജെറി ബെനഡിക്ട്, ഹെൽത്ത് സൂപ്പർവൈസർ ജോസ് അഗസ്റ്റിൻ എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം കുട്ടികൾക്ക് കൈമാറി. നമ്മുടെ ഈ സ്കൂളിന്റെയും മല്ലിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഈ ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന് ഇവിടെ ഒരു വേദി അനുവദിച്ച ഈ സ്കൂളിനോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടിയിൽ കിടക്കട്ടെ. ഒരു കലയുണ്ടെങ്കിൽ വിൽക്കാൻ ഒരു കലയുണ്ട്. വരുവിൻ വരുവിൻ സോദരനെ, ഭാഷയില്ല വേഷമില്ല ഇന്ന് ചേരുക നാം സർക്കസ് കോമാളികൾ ഞങ്ങൾ. അപ്പൊ താനാണ് ഇത് ഈ നാട്ടിൽ വന്ന് പറഞ്ഞു പരത്തിയതല്ലേ? എനിക്ക് HIV ആണ്, AIDS ആണ്, ഇതൊരു മാറാരോഗമാണെന്നല്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ കഴിയാതായി. ഞാൻ ഇനിയും പറയുന്ന ഇനി മേഖല പറഞ്ഞ തന്റെ മുട്ടുകാരെ ഞാൻ തല്ലോട്ടെ. മുട്ടുകാരെ തോന്നുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ താരം എന്തോ അതാണപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാർ. നീ ഞങ്ങൾ ഏകോദര സഹോദരന്മാരാക്കാൻ വന്ന മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നത് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പോവുക. 28 ഭാഷകളുടെ ഞാൻ 28 ഭാഷയിലും പറഞ്ഞിട്ട് 28 ഭാഷയിൽ നിനക്ക് മനസ്സിലാവണമെങ്കിൽ 28 ഭാഷയെ ഞാൻ മലയാളത്തിൽ പറയേണ്ടിടും. കലഹം കലഹം കലവില കലഹം എന്തിനും ഏതിനു കലഹം തന്നെ. മണ്ണിന് കലഹം, പെണ്ണിന് കലഹം, പൊന്നിന് കലഹം, കലഹം കലഹം കലഹം. ആരോഗ്യശ്രീമാൻ ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകരെ ചെറായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറെ കണ്ടിട്ടുണ്ട്, ഹെൽത്ത് സൂപ്പർവൈസർ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തിളങ്ങുന്ന ഒരു ആരോഗ്യശ്രീമാനെ ആദ്യമായിട്ടാണ്. ആരോഗ്യശ്രീമാൻ മാത്രം തിളങ്ങിയാൽ പോരാ, ജനങ്ങളായ നിങ്ങൾ കൂടി ഞങ്ങളുടെ ഒപ്പത്തിനൊപ്പം തിളങ്ങും. ജനങ്ങളായ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള തിളക്കൊക്കെ മതി. ഇതിലധികം ഞങ്ങൾ തിളങ്ങണേ ഞങ്ങളുടെ ശരീരത്തിൽ ഗിൽറ്റൊട്ടിക്കേണ്ടി അല്ലാണ്ട് തിളങ്ങലാണ്. എപ്പോഴും ശരിയായിരിക്കട്ടെ. എന്തായിരുന്നു ഇവിടെ ഒരു കലഹം? ഇവിടെ കലഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലും HIV ഉണ്ടായിരിക്കും. ആർക്കെല്ലാമാണ് HIV അണുബാധ ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രക്തം പരിശോധിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. എന്താ പേര്? എന്റെ പേരെന്ന് പറഞ്ഞാൽ വേലിക്കകത്തിട്ട മത്ത മകൻ മത്തായി. പേരെന്താണ്? എന്റെ പേരെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായി പേരൊന്നും ഇല്ലെന്നല്ല. എന്നോട് ഇന്നേ വരെ ഈ ചെറായി പഞ്ചായത്തിൽ വന്നിട്ട് ആരും പേര് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്റെ പേര് നടത്താൻ നോക്കിയിട്ട് പേര് ഞാൻ കൊടുത്തിട്ടില്ല. ഒരു ഉപകാരം ചെയ്തുതരാമെന്ന് വിചാരിച്ചാൽ അതും സ്വീകരിച്ചു. ഞാൻ എനിക്ക് പകരം എന്റെ ഭാര്യനെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങോട്ട് ചേർത്തിയതാ. മതി. അവള് തൊഴിലുറപ്പിന് പോകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ അവളോട് എനിക്ക് ദേഷ്യ. എന്റെ ശത്രുട്ട് അവള് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നത്. അടുത്ത തൊഴിലുറപ്പിന്റെ പൈസ ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ഷർട്ട് വാങ്ങി കൊടുക്കണോ? അല്ലെങ്കിൽ എന്താണ് ഞാൻ പൈസ കൊടുക്കാന്ന് ചങ്ങായി ഓളെ പുറത്ത് ചെത്തിയ ഞാനും എന്റെ ഭാര്യയും കൂടി ഒപ്പത്തിനൊപ്പാണ് ഞാൻ ഷുള്ളെടുത്തിട്ട് ടൈമ കയറി കണ്ടില്ല. പേര് പറയൂ. പേര് പട്ടായ അടിച്ച് പൊട്ടക്കിടത്തിൽ 8 ദിവസം കിടന്ന് അട്ടക്കുളത്തിൽ കുട്ടാപ്പ് മകൻ കിട്ടും. അതിന്റെ ഇംഗ്ലീഷാണ് പട്ടാപ്പി ആട്ടി പുയ്യമേ ലേട്ടാവും. എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം, എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. ഇപ്പോൾ പറഞ്ഞൊരു വാക്കങ്ങളാലും എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. ഇപ്പോൾ പറഞ്ഞൊരു വാക്കങ്ങളാലും എപ്പോഴും എപ്പോഴും ഓർമ്മിക്ക വേണം. പകരാതെ നോക്കുവാൻ പതറാതെ പാലിക്ക, പകരാതെ നോക്കുവാൻ പതറാതെ പാലിക്ക. വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി, വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളി. രക്തത്തിൽ
വാങ്ങൽ കൊടുക്കലിൽ സൂക്ഷ്മത, വാങ്ങൽ കൊടുക്കലിൽ സൂക്ഷ്മത. സത്യം പറഞ്ഞാൽ ജീവിത സൗഭാഗ്യം, സത്യം പറഞ്ഞാൽ ജീവിത സൗഭാഗ്യം. സത്യത്തിൽ തല്ലിക്കെടുക്കാതെ നോക്കണം, സത്യത്തിൽ തല്ലിക്കെടുക്കാതെ നോക്കണം. മുന്നോട്ട് മുന്നോട്ട്, ജീവിതം സ്വാർത്ഥമല്ല തോഴേ, ജീവിതം ചേരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യവുമെല്ലാം നിങ്ങൾ കണ്ട നാടകത്തിലൂടെ ഏറ്റവും വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക. ലോകത്തിലെ ജനത മുഴുവൻ ഭയപ്പെടുന്നത് HIV അണുബാധ ബാധിച്ചവരെയാണ്. അതെല്ലാം വെടിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കാനും പറ്റും. പക്ഷെ നല്ല വശങ്ങളെ മാത്രം നിങ്ങൾ കണ്ടെത്തുകയും മറ്റുള്ള ചീത്ത പ്രവൃത്തികളെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുകയുമാണ് ചെയ്യുന്നത്. എളങ്കുന്നപ്പുഴ കർത്തേടം URC സുവർണ ജൂബിലി വോളിബോൾ ടൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ 1-3 സെറ്റുകൾക്ക് കടവന്ത്ര RSSയെ പരാജയപ്പെടുത്തി മൂത്തുകുന്നം വോളി ക്ലബ് വിജയിച്ചു. ടൂർണമെന്റ് മുൻ ദേശീയ താരം മൊയ്തീൻ നൈന ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ജെയിംസ് പറമ്പലോത്ത്, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് അംഗം മാത്യു ലിഞ്ചൻ റോയ് എന്നിവർ പ്രസംഗിച്ചു. ചെയർമാൻ ആൽബർട്ട് ചക്കാലക്കൽ, സെക്രട്ടറി CJ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. കർത്തേടം പള്ളിക്ക് മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേഡിയത്തിൽ ഇന്ന് 6-ന് SN ജിസ്റ്റ് മനക്കപ്പടിയും SN വോളി അക്കാദമി പറവൂരും തമ്മിലും ഗെയിംസ് അസോസിയേഷൻ കോട്ടിവള്ളിക്കാടും മന്നം സിക്സസും തമ്മിൽ ഏറ്റുമുട്ടും. എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ചെറായി SMHSSലെ NSS യൂണിറ്റ് എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. കത്തിച്ച മെഴുതിരികളുമായി എയ്ഡ്സ് വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കൗമാര ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ PS സൈറ ബാനു ക്ലാസ് എടുത്തു. സ്കൂൾ മാനേജർ NS അജയ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രദീപ് സോണ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ R ജയകൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ സജീവ് അരീക്കൽ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർമാരായ ലിൻസി ജോസ്, വിക്ടോറിയ കാതറിൻ, PR പൃഥ്വിരാജ്, MA പ്രജീഷ, മരിയ ജോഷ്ന എന്നിവർ പ്രസംഗിച്ചു. RSP എളങ്കുന്നപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ TK അരവിന്ദൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവലക്കാട് വൈപ്പിൻകരയുടെ ഹൃദയഭാഗത്ത് 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസ് പഴങ്ങാട് എടവലക്കാട്. ട്രസ് വർക്ക് ഇല്ലാത്ത റൂഫിംഗോ? യെസ്, ട്രസ് വർക്ക് ആവശ്യമില്ലാത്ത ഐ റൂഫിംഗ് എത്തിയിരിക്കുന്നു. ഐ റൂഫിംഗ് എന്റർപ്രൈസസ് അവതരിപ്പിക്കുന്ന സാധാരണ റൂഫിംഗ് ഷീറ്റിനേക്കാൾ 2 ഇരട്ടി കനമുള്ള ട്രസ് വർക്ക് ആവശ്യമില്ലാത്ത ആർച്ചാകൃതിയിലുള്ള ഗാൽവാലിയം റൂഫിംഗ് ഷീറ്റ്. മാതാ ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഞാറയ്ക്കൽ. ഇപ്പോൾ കതർമണ്ഡപത്തിലേക്ക് കാലൂന്നുമ്പോൾ നിന്റെ നനുനനുത്ത വിരൽ തുമ്പാൽ പാദത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച ആ വിവാഹവസ്ത്രം ഞങ്ങൾക്കൊരുക്കുവാൻ കഴിഞ്ഞതിൽ രാധാ നിർവൃത്തി കൊള്ളുന്നു. ബാല്യം, കൗമാരം, യൗവനം രാധാസിലൂടെ കടന്നുപോകുന്നു. വാർത്തകൾ തുടരുന്നു. പയർവർഗ വർഷാചരണത്തിന്റെ ഭാഗമായി ചെറുവൈപ്പ് VDS LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പയർവർഗ ഭക്ഷ്യമേള നടത്തി. കുഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT മോഹനൻ അധ്യക്ഷത വഹിച്ചു. DYFI എടവനക്കാട് മുൻ യൂണിറ്റ് പ്രസിഡന്റും CPM എടവനക്കാട് MG സ്ക്വയർ ബ്രാഞ്ച് മെമ്പറുമായ നിഷാദിനെ ആക്രമിച്ച് മുങ്ങി നടന്ന സംഘത്തിലെ 2ാം പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു.
എടവനക്കാട് കണക്കശ്ശേരി നിഖിൽ ജോസ് ആണ് പിടിയിലായത്. ലോക എയ്ഡ്സ് ദിനത്തിൽ മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രം സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കീർത്തി പി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാധിക എച്ച് പിള്ള, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഇന്ദുകുമാരി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PG ആന്റണി, KV രതീഷ്, G മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ കൃഷിഭവൻ മുഖാന്തരം കർഷക പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും തങ്ങളുടെ ആധാർ കാർഡ്, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, അംഗവൈകല്യമുണ്ടെങ്കിൽ സാമൂഹ്യനീതി വകുപ്പ് നൽകിയിട്ടുള്ള വികലാംഗത്വ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ സഹിതം 3 ദിവസത്തിനകം അതത് കൃഷിഭവനുകളിൽ നേരിട്ടെത്തി രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. അപകട സാധ്യത കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഗോശ്രീ റോഡിൽ ഹമ്പുകൾ സ്ഥാപിച്ചു. വൈപ്പിൻ എറണാകുളം ഗോശ്രീ റോഡിൽ വൈപ്പിൻ പാലം പിന്നിടുമ്പോഴാണ് ദുബായ് പോർട്ട് പടിഞ്ഞാറെ ഗേറ്റിന് എതിർഭാഗത്തായി പെട്രോൾ ബങ്കിന് സമീപം 2 ഭാഗത്തായി കഴിഞ്ഞ ദിവസം മുതൽ പുതുതായി ഹമ്പുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഹമ്പ് സ്ഥാപിച്ചിടത്ത് വേണ്ടത്ര സിഗ്നലുകളും സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഡിസംബർ 2 ചരിത്ര പ്രാധാന്യങ്ങൾ. 1804 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി വാഴിക്കപ്പെട്ടു. 1984 ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ വ്യാവസായിക ദുരന്തത്തിൽ 16,000-നും 30,000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടു. 1988 ബേനസീർ ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. സ്വർണവില പവന് 21,600, ഗ്രാമിന് 2,700 രൂപ. വാർത്തകൾ ചുരുക്കത്തിൽ. എളങ്ങുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നാളെ കൊടികയറും. നോട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പെൻഷൻകാർ. എടവനക്കാട് വിശുദ്ധ അംബ്രോസിന്റെ ദേവാലയത്തിൽ ശനിയാഴ്ച കൊടികയറും. SMHSSൽ എയ്ഡ്സ് ദിന സന്ദേശ ബോധവൽക്കരണം നടന്നു. കർത്തേടം URC വോളിബോൾ തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.